ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ്സ് വിൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ 20 മാർക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അതിൻ്റെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. മാക്സിമം അക്യുറസിയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കുക, അതിൽ പിൻ ചെയ്ത് ഇട്ടിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: In order to travel, you need a passport dash you might need a visa, immunization jabs and fulfill quarantine conditions. Complete the sentence using the most appropriate connective. Option A, in addition. Option A, in addition ആണ് ആൻസർ. ഓപ്ഷൻ എ, in addition. അടുത്ത ചോദ്യം: I have seen her dash times this year but not very often. I have seen her dash times this year but not very often. Complete the sentence using the right word എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി, മെനി ആണ്. ഓപ്ഷൻ ഡി, മെനി. അടുത്ത ചോദ്യം: When I got to the hospital, she dash in the waiting room. ബ്രാക്കറ്റിൽ സിറ്റ് എന്ന വെർബ് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ഓപ്ഷൻ സി, വാസ് സിറ്റിംഗ്. ഓപ്ഷൻ സി, വാസ് സിറ്റിംഗ്. അടുത്ത ചോദ്യം: I will wait until I dash see him. ചൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. സിയുടെ കറക്റ്റ് ടെൻസ് ഫോം ഓപ്ഷൻ എ, സി തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ, സി. അടുത്ത ചോദ്യം: റീഅറേഞ്ച് ദി ജംബിൾഡ് സെൻറ്റൻസസ് ഇൻ എ ലോജിക്കൽ മാനർ. ആൻസർ ഓപ്ഷൻ എ, 3 4 2 1. 3 4 2 1. അപ്പോൾ 3 എന്നുള്ള സെൻറ്റൻസ് ആദ്യം. വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു സീ കോസ്റ്റ്. 4 എന്നുള്ള സെൻറ്റൻസ് അടുത്തത്. ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. 2 എന്നുള്ള ഓപ്ഷനാണ് അടുത്തത്. മൈ മം സേയ്സ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് അവസാനം വരുന്നത്. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. അടുത്ത ചോദ്യം നോക്കാം. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദി ഡാഷ്. ഐ ട്രൈ ടു ത്രെഡ് ദി കോട്ടൺ ത്രൂ ദി ഡാഷ് ഓഫ് ദി നീഡിൽ. രണ്ട് സെൻറ്റൻസിനും സ്യൂട്ടായിട്ടുള്ള വേർഡ് തിരഞ്ഞെടുക്കാനാണ്. ചൂസ് ദി റൈറ്റ് വേർഡ് ടു ഫിറ്റ് ബോത്ത് സെൻറ്റൻസസ്. ഓപ്ഷൻ സി, ഐ. അപ്പോൾ ദി ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദി ഐ. ഐ ട്രൈ ടു ത്രെഡ് ദി കോട്ടൺ ത്രൂ ദി ഡാഷ് ഓഫ് ദി നീഡിൽ എന്ന് പറയുമ്പോൾ ഐ ഓഫ് ദി നീഡിൽ. അപ്പോൾ രണ്ട് സെൻറ്റൻസിനും ഐ എന്നുള്ള വേർഡ് സ്യൂട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ എക്കോൺസ് ഗ്രോ. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദിസ് പ്രോവർബ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ് കറക്റ്റ്. അടുത്ത ചോദ്യം: ഹീ ഈസ് എ ഡാഷ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. ഓപ്ഷൻ ഡി, ചിപ്പ് ആണ്. ഓപ്ഷൻ ഡി, ചിപ്പ് ആണ് ആൻസർ. ഹീ ഈസ് എ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. അടുത്ത ചോദ്യം: ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock and then went home. Option D, until. I waited until 9 o'clock and then went home. അടുത്ത ചോദ്യം: you have to take an exam dash the course. Option B, to pass. Option B, to pass. 81ാമത്തെ ചോദ്യം: my daughter is quite shy dash she is an aggressive player in the badminton court. Option D, however. Option D, however. അടുത്ത ചോദ്യം: ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ എ, കൊളോക്കിയൽ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത നോക്കാം. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ഓപ്ഷൻ സി, എ ആണ്. എ വാർ നെവർ സോൾവ്സ് എനിത്തിങ്. അടുത്ത ചോദ്യം: ദ ട്രെയിൻ വിൽ അറൈവ് അറ്റ് ദി സ്റ്റേഷൻ അറ്റ് ഡാഷ് 6:15 PM. ഓപ്ഷൻ സി, എക്സാക്ട്ലി. ഓപ്ഷൻ സി, എക്സാക്ട്ലി. അടുത്ത ചോദ്യം: റോസ പാർക്സ് ത്രോൺ ഓഫ് ദി മോntgomery ബസ് ഫോർ റെഫ്യൂസിംഗ് ടു ഗിവ് അപ്പ് ഹെർ സീറ്റ് ടു എ വൈറ്റ് പാസഞ്ചർ. ഓപ്ഷൻ ഡി, ടു മേക്ക് സംവൺ ഫോൾ ഡൗൺ സഡൻലി. ആൻസർ ഓപ്ഷൻ ഡി, ടു മേക്ക് സംവൺ ഫോൾ സഡൻലി. അതായത് ത്രോൺ ഓഫ് എന്ന ഫ്രേസിന് ഈ സെൻറ്റൻസിലെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം: ദേ കാൺട്ട് ഡിസൈഡ് ഡാഷ് ടു ട്രാവൽ നോർത്ത് ഡാഷ് സൗത്ത്. ഓപ്ഷൻ സി ആണ്. വെദർ ഓർ. വെദർ ഓർ. They can't decide
വെദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത്. അടുത്ത ചോദ്യം, റൈറ്റ് ദി സിനോണിം ഓഫ് അക്കിൻ. എക്കിൻ്റെ സിനോണിം സിമിലർ എന്നാണ്. സിമിലർ, ഒരുപോലത്തെ. അടുത്ത ചോദ്യം, ഐ ഡോണ്ട് നോ ഇഫ് ഹീ ഈസ് കമ്മിങ്. ഹിയർ ഇഫ് ഈസ് യൂസ്ഡ് ടു. ഇഫ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടു എക്സ്പ്രസ് എ ഡൗട്ട്. ഓപ്ഷൻ ഡി, ടു എക്സ്പ്രസ് എ ഡൗട്ട്. അടുത്ത ചോദ്യം നോക്കാം. ദ ഹൗസ് ഈസ് സോ ഡേർട്ടി. വാട്ട് ഈസ് ദി യൂസ് ഓഫ് ദി മോഡൽ ഓക്സിലറി? ദ ഹൗസ് ഈസ് സോ ഡേർട്ടി, ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. ഇവിടെ മസ്റ്റ് എന്ന മോഡൽ ഓക്സിലറിയുടെ യൂസ് എന്താണ്? ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ. ഓപ്ഷൻ എ, ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ, ഉറപ്പായിട്ടും ചെയ്യണം എന്ന് കാണിക്കുവാനായിട്ട്. അടുത്ത ചോദ്യം, ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദി ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡൗട്ടുള്ളതുകൊണ്ട് ആൻസർ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.